മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് വിഷ്ണു സഹസ്രനാമത്തിൽ 86-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. ശ്ലോകം: സുവർണബിന്ദുരക്ഷോഭ്യ സർവവാഗീശ്വരേശ്വര മഹാഹൃദോ മഹാഗർത്തോ മഹാഭൂതോ മഹാനിധി. ആദ്യത്തെ നാമൻ സുവർണബിന്ദു എന്ന്. സുവർണം പോലെയുള്ള ബിന്ദു എന്ന് വെച്ചാൽ അവയവം എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. സുവർണ ഭഗവാന്റെ അവയവങ്ങളൊക്കെ എല്ലാ ദിക്കിലും പരന്നിരിക്കുന്നതാണ് ഭഗവാൻ. അപ്പം അതുകൊണ്ട് എല്ലാ അവയവങ്ങളും ബിന്ദുക്കളെ പോലെ നിറഞ്ഞിരിക്കണു എന്നുള്ളതാണ്. അങ്ങനെ മഹാബിന്ദുഹു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുവർണബിന്ദു എന്ന് വെച്ചാൽ സുവർണം പോലെയുള്ള അവയവങ്ങളോട് കൂടിയവൻ. ബിന്ദുവിന് അവയവം എന്നർത്ഥം. അപ്പോൾ സുവർണബിന്ദു എന്ന് പറഞ്ഞാൽ സുവർണം പോലെ പ്രകാശമാനങ്ങളായിട്ടുള്ള തിളങ്ങുന്ന അവയവങ്ങളോട് കൂടിയവൻ സുവർണബിന്ദു എന്ന്. അവിടെ ഇതിൽ ഉപനിഷത്തിൽ പറയുന്നുണ്ട്, നഖം മുതൽ എല്ലാം സുവർണവർണ്ണങ്ങളാണ് എന്നുള്ളത് ഉപനിഷത്തിൽ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അതിൻ്റെ പ്രമാണമാണ് എന്ന് സാരം. അക്ഷോഭ്യ, ക്ഷോഭിക്കപ്പെടാത്തവൻ, യാതൊന്നുകൊണ്ടും ക്ഷോഭിക്കപ്പെടാത്തവൻ. ഒരു തരത്തിലും ഭഗവാന് ക്ഷോഭം ഇല്ല എന്നതുകൊണ്ട് അക്ഷോഭ്യ എന്ന് നാമം. എന്താണ്? ആന്തരികമായിട്ടുള്ള ശത്രുക്കളെ കൊണ്ടോ ബാഹ്യങ്ങളായിട്ടുള്ള ശത്രുക്കളെ കൊണ്ടോ ശബ്ദാദികളായിട്ടുള്ള വിഷയങ്ങളെ കൊണ്ടോ ക്ഷോഭിക്കപ്പെടാത്തവൻ. അതായത് ഇന്ദ്രിയ വിഷയങ്ങൾ ശബ്ദസ്പർശ ഗന്ധം തുടങ്ങിയിട്ടുള്ളതുണ്ടല്ലോ. അങ്ങനെയുള്ളതായിട്ടുള്ള വിഷയങ്ങളെ കൊണ്ടൊന്ന് രൂപരസ ഗന്ധ സ്പർശങ്ങൾ, ഈ ശബ്ദങ്ങൾ ഇവയെ കൊണ്ടൊന്നും, അതൊക്കെ ഓരോരോ ഇന്ദ്രിയത്തിൻ്റെ വിഷയങ്ങളാണ്. ആ വിഷയങ്ങളൊന്നും ഭഗവാനെ ക്ഷോഭിക്കണില്ല എന്ന്. നമുക്കാണെങ്കിൽ അങ്ങനെയല്ല, ഓരോരോ ഇന്ദ്രിയങ്ങളെയും പ്രവർത്തിക്കാനായിട്ട് അതാത് ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളെ കിട്ടുമ്പോൾ അതിൻ്റെ പിന്നാലെ ഓടിപ്പോകും. പക്ഷെ ഭഗവാന്റെ ആത്മാവ്, മനസ്സ് അങ്ങനെയൊന്നും ചഞ്ചലല്ല എന്നുള്ളത് കൊണ്ട് ഭഗവാൻ അക്ഷോഭ്യനാണ് എന്ന്. ഇന്ദ്രിയ വിഷയങ്ങൾക്ക് വിധേയനല്ല, അതുകൊണ്ട് ക്ഷോഭിക്കപ്പെടുന്നില്ല. രാഗാദികളായിട്ടുള്ള മാനസികമായിട്ടുള്ള ശത്രുക്കളെ കൊണ്ട് ഇല്ല, ബാഹ്യമായിട്ടുള്ള ശത്രുക്കളെ കൊണ്ടും ക്ഷോഭ്യനല്ല എന്നുള്ളത് കൊണ്ട് അക്ഷോഭ്യ എന്ന് നാമധേയം. സഹസ്രബിന്ദു അക്ഷോഭ്യ. ഇനി സർവവാഗീശ്വരേശ്വര എന്ന ഒരു നാമം. സർവവാക്കുകളുടെയും ഈശ്വരന്മാരായിട്ടുള്ള ബ്രഹ്മാദികളാണ്. എല്ലാ വാക്കുകളും അദ്ദേഹത്തിൻ്റെ മുഖത്തിൽ നിന്നാണല്ലോ പുറത്തേക്ക് വരണത്. അപ്പോൾ ബ്രഹ്മാവ് തുടങ്ങിയവർ സർവവാക്കുകളുടെയും ഈശ്വരന്മാരാണ്. അങ്ങനെയുള്ള ബ്രഹ്മാദികളുടെ പോലും ഈശ്വരനായിട്ടുള്ളവൻ എന്ന് സർവവാഗീശ്വരേശ്വര. ബ്രഹ്മാവിനും ഈശ്വരനായിട്ടുള്ളവൻ എന്നർത്ഥം. അതായത് ബ്രഹ്മാവിനെ പോലുള്ള സർവവാക്കുകൾക്കും ഈശ്വരന്മാരായിട്ടുള്ള എല്ലാവരുടെയും ഈശ്വരനാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട് സർവവാഗീശ്വരേശ്വര എന്ന് നാമം. ഇനി മഹാഹൃദ, വലിയതായിട്ടുള്ള ഹൃദം. ഒരു കുളം എന്ന് പറയാൻ പറ്റില്ല ഹൃദത്തിനെ, ഒരു നീണ്ട വലിയതായിട്ടുള്ളൊരു ജലാശയം. മഹാഹൃദം എന്ന് പറയുമ്പോൾ വലിയതായിട്ടുള്ള ജലാശയത്തിനെയാണ് മഹാഹൃദം എന്ന് പറയുന്നത്. എന്താ ഇപ്പം മഹാഹൃദം ആണ് ഭഗവാന് പേര് വരാൻ കാരണം എന്താണ്? ഭഗവാൻ ഒരു മഹാഹൃദം പോലെയാണ് എന്നാണ്. ഹൃദം പോലെ ആണ് ഭഗവാൻ എന്ന് തുടങ്ങിയത് കൊണ്ട് മഹാഹൃദ എന്ന് പറയുന്നു. എങ്ങനെ ഈ മഹാഹൃദമാണ് അതുപോലെയാണ് ഭഗവാൻ എന്ന് പറയണത് എന്ന് വെച്ചാൽ, മഹർഷിമാര് ഭക്തന്മാര് ഒക്കെ ആ വലിയതായിട്ടുള്ള ഹൃദത്തിൽ, ആ ജലാശയത്തിൽ മുങ്ങി കുളിച്ച് അവിടെ സുഖമായിട്ട് നിവസിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ കുളത്തിൽ ജലജീവികൾ ജീവിക്കുന്നത് പോലെ ഭക്തന്മാർ ആ ഭഗവാനാകുന്ന മഹാഹൃദത്തിൽ, വലിയതായിട്ടുള്ള ആ ഹൃദത്തിൽ മുങ്ങിക്കുളിച്ച് ഭഗവാനിൽ തന്നെ സുഖമായി വസിക്കുന്നു, വിലയം പ്രാപിച്ചു വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് മഹാഹൃദ എന്ന് പറയുന്നു. അതായത് എല്ലാവർക്കും ഭഗവാൻ എത്തിച്ചേരാനുള്ളതായ സ്ഥാനമാണ്. അങ്ങനെ ആ സ്ഥാനത്തെത്തിക്കഴിഞ്ഞാൽ അവിടെ വളരെ സുഖമായിട്ട് അതിൽ നീന്തി കുളിച്ച് അങ്ങനെ സുഖമായി വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് മഹാഹൃദ എന്നുള്ളതായ നാമധേയം. ഇനി മഹാഗർത്ത എന്നാണ് അടുത്ത നാമം. മഹാഗർത്ത, വലിയതായിട്ടുള്ള ഗർത്തം എന്ന് വെച്ചാൽ ആഴത്തിലുള്ളതായിട്ടുള്ള ഒരു കുഴി.
അതിനെയാണ് ഗർത്തം എന്ന് പറയുന്നത്. മഹാഗർത്ത, അതിവിസ്തൃതമായിട്ടുള്ള ഒരു ഗർത്തം. ആ ഗർത്തത്തിൽ വീണ് പോയി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് കടക്കാൻ വിഷമം. ആ ഗർത്തത്തിനെ കടക്കുക എന്നുള്ളത്, മറികടക്കുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. അതുപോലെയാണ് ഭഗവാന്റെ മായ. അത് വലിയൊരു ഗർത്തം പോലെയാണ്. ആ മായയെ കടക്കുക എന്നുള്ളത് വളരെ വിഷമമാണ്. അപ്പോൾ ആ ഭഗവാന്റെ ആ ഗർത്തം, മായ എന്നുള്ളതായിട്ടുള്ള ആ ഗർത്തം, അതിലേക്ക് വീണ് കഴിഞ്ഞാൽ വിഷമമാണ്, കയറിക്കിടക്കാൻ വളരെ പ്രയാസമാണ് എന്നുള്ളത് കൊണ്ട് ഭഗവാനെ മഹാഗർത്ത എന്ന് പറയുന്നു. മഹാഹൃദ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, അവിടെ മുങ്ങി കുളിച്ച് സുഖമായിട്ട് വസിക്കുകയാണ് ചെയ്യണത്. അവിടുന്ന് മറികടക്കണമെന്നില്ല. പക്ഷെ ഗർത്തത്തിൽ വീണാൽ അങ്ങനെയല്ല, അവിടുന്ന് കയറണം. ആ മായയാകുന്ന ഗർത്തത്തിൽ, ഭഗവാന്റെ ആ മായയാകുന്ന ഗർത്തത്തിൽ വീണാൽ കയറിക്കിടക്കാൻ വളരെ വിഷമമാണ് എന്നുള്ളത് കൊണ്ട് ഭഗവാന് മഹാഗർത്ത എന്നുള്ളതായ നാമധേയം. ഇനി അത് അടുത്തത് മഹാഭൂത എന്നുള്ളത് അടുത്ത നാമം. മഹാഭൂത, കാലത്രയം, 3 കാലങ്ങൾ. ആ 3 കാലങ്ങളെ കൊണ്ടും അനവച്ഛിന്നമായിട്ടുള്ളത്. അവിച്ഛിന്നം എന്ന് പറയുമ്പോൾ 3 കാലങ്ങൾക്ക് എൻ്റെ ആയുസ് ഇത്രയേ ഉള്ളൂ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ കാലം കൊണ്ട് ഞാൻ അവച്ഛിന്നമായി എന്നാണ്. അതാണ് അവച്ഛേദകം, അവച്ഛിന്നം എന്നൊക്കെ പറയുമ്പോൾ അതാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഇന്ത്യയുടെ അതിര് ഇത്രത്തോളാണ് എന്ന് പറയുന്നുണ്ടല്ലോ, ഇന്ത്യ ഇത്രത്തോളം ആണ് എന്നുള്ളത് പറയും. അപ്പോൾ ആ അതിരുകളെ കൊണ്ട് അവച്ഛിന്നമാണ് ഇന്ത്യ, ഭാരതം എന്ന് പറയും. അതുമാതിരി അവച്ഛിന്നം എന്ന് പറഞ്ഞാലുള്ള അർത്ഥം എന്താണെന്ന് ഞാൻ പറയുകയാണ്. അങ്ങനെ ഈ കാലത്രയം കൊണ്ടും അനവച്ഛിന്നമായിട്ടുള്ള, അതുകൊണ്ട് അങ്ങനെ ഒരു അതിര് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം നിശ്ചയിക്കാനില്ല. 3 കാലത്തിലും ഒരുപോലെ വർത്തിക്കുന്നവനായതുകൊണ്ട് ഭാവി, വർത്തമാനം ഈ 3 കാലങ്ങളിലും വർത്തിക്കുന്നതായതുകൊണ്ട് ഭഗവാന്റെ കാലം കൊണ്ട് അവച്ഛേദം സാധ്യമല്ല. പരിമിതി, ഭഗവാന് പരിമിതി എന്നുള്ളത് കാലം കൊണ്ട് ഇല്ല. അപ്പോൾ കാലം കൊണ്ടും ദേശം കൊണ്ടും ഇല്ല. അപ്പോൾ കാലം കൊണ്ട് 3 കാലം കൊണ്ടും അവച്ഛിന്നമല്ലാത്തത് കൊണ്ട് ഭഗവാനെ മഹാഭൂത എന്ന് പറയുന്നു. 3 കാലങ്ങളിലും ഉള്ളവൻ എന്ന് മഹത്തായിട്ടുള്ള ഭൂതം എന്നുള്ള അർത്ഥത്തിൽ മഹാഭൂത. ഇനി അടുത്തത് മഹാനിധി. എല്ലാ ഭൂതങ്ങളും ഭഗവാനിൽ നിക്ഷേപിക്കപ്പെടുന്നു എന്നതുകൊണ്ട് മഹാനിധി. എല്ലാം ഭഗവാനിലാണ് ഒടുക്കം നിക്ഷേപിക്കപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് ഭഗവാൻ സർവഭൂതാനി അസ്മിൻ നിധീയന്തേ, എല്ലാ ഭൂതങ്ങളും ഭഗവാനിൽ തന്നെ വയ്ക്കപ്പെടുന്നു, സൂക്ഷിക്കപ്പെടുന്നു എന്നതുകൊണ്ട് ഭഗവാൻ മഹാനിധി. നിധി എന്ന് പറയുമ്പോൾ എല്ലാ സമ്പത്തും സൂക്ഷിക്കുന്നതായിട്ടുള്ള വസ്തുവിനാണല്ലോ നിധി എന്ന് പറയുക. അപ്പോൾ ഇവിടെ എല്ലാ ഭൂതങ്ങളെയും ഭഗവാനിൽ തന്നെ നിക്ഷേപിക്കപ്പെടുന്നു എന്നതുകൊണ്ട് ഭഗവാൻ മഹാനിധി എന്നുള്ളതായിട്ടുള്ള നാമധേയം. സുവർണബിന്ദുരക്ഷോഭ്യ സർവവാഗീശ്വരേശ്വര മഹാഹൃദോ മഹാഗർത്തോ മഹാഭൂതോ മഹാനിധി.